ശശി തരൂർ ഒരു വലിയ ഉന്നത സ്ഥാനത്തിരിക്കും. ഞാനാര് അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഒരു താഴെ തട്ടിൽ ഉള്ള ഒരു പ്രവർത്തകൻ. അതിപ്പോഴല്ലേ അത് ശശി തരൂർ എന്ന് പറയുന്നത് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ദേശീയ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. അദ്ദേഹം പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം പ്രസിഡൻറ്റിനെതിരെ മത്സരിച്ച ആളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് അനുയോജ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരണം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ കോൺഗ്രസ്സിനെ തള്ളിപ്പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ MP ആണ്, അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. ശശി തരൂർ അത് പറയുന്നുണ്ട്. അല്ല, അത് പറയുന്നുണ്ട്. അതൊക്കെ വർക്കിംഗ് കമ്മിറ്റിയും മറ്റു കാര്യമുണ്ട്, അവർ തീരുമാനിക്കട്ടെ. എന്നെ അങ്ങ് വിടും. കോൺഗ്രസ്സുകാർക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യമാണ്, ഈ ശശി തരൂരിന്റെ പൊട്ടൻഷ്യല് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടില്ല, ജനത്തിനൊക്കെ മനസ്സിലായി. എല്ലാവർക്കും അവരവരുടേതായ പൊട്ടൻഷ്യൽ ഉണ്ട് എല്ലാവർക്കും. ശശി തരൂരിനെ പോലെ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ശശി തരൂരിനുള്ള പൊട്ടൻഷ്യൽ ചിലപ്പോൾ അടൂർ പ്രകാശിന് കാണത്തില്ല, അല്ലെങ്കിൽ സുധാകരന് കാണത്തില്ല. ഓരോരുത്തരും അവരുടേതായ പാർട്ടി പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളുകൾ എന്നുള്ളത് സാധാരണ പ്രവർത്തകൻ്റെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ, മറ്റു പലയിടത്തെയും കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് എപ്പോഴും മുമ്പോട്ട് പോകാറുള്ളത്. ശശി തരൂരിന് അത് പറ്റുന്നില്ല എന്നാണ്. അത് എനിക്കറിയില്ല. തരൂര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ യോഗ്യനായ ഒരു കോൺഗ്രസ് നേതാവ് അല്ല, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് അതിപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം വരട്ടെ, ഭൂരിപക്ഷം വരുന്നുണ്ട് ഞങ്ങൾ തീരുമാനിക്കും ആര് വേണമെന്നുള്ളത്. ഏതാ യുഡിഎഫിന്റെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം വരുന്നതനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ആ തീരുമാനം പിന്നെ അതിപ്പോഴേ പറയാൻ പറ്റുന്നതല്ല. പക്ഷെ കോൺഗ്രസിന് ഇന്നും കരുത്തരായ നേതാക്കന്മാർ ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കരുണാകരൻ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം ആരാന്ന് ചോദിച്ചാൽ നമ്മൾ 4-5 ഫേസസ് ആണ് കാണുന്നത്. അത് തന്നെയാണ് ജനം കോൺഗ്രസിനെ തിരഞ്ഞെടുത്താൽ ഇവർ തമ്മിൽ അടിയാവില്ലേ എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അല്ലാതെ കുറ്റം പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ ഇപ്പോൾ അധിക ചുമതല ഏറ്റെടുത്താൽ ഞങ്ങളുടെ പ്രവർത്തനം നടത്തി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ വ്യവസ്ഥയാണ്, തെരഞ്ഞെടുപ്പിലൂടെ വിജയം കൈവരിച്ച് വരുന്ന ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ചാണ് മുഖ്യമന്ത്രി വരേണ്ടത്. അതല്ലാതെ ഇപ്പം ഞാൻ നാളെ പറയും ഞാൻ അങ്ങ് മുഖ്യമന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞാലൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ജനം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും കൂടുതൽ MLA-മാർ വോട്ട് ചെയ്തത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് വേറൊരാളെയാണ്. അപ്പൊ പിന്നെ ജനം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ കാര്യത്തിലെങ്കിൽ അത് വെറുതെ നമുക്കൊക്കെ അറിയാം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് ഒരു പ്രധാനപ്പെട്ടതാണ് തന്നെ. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ശിരസ വഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ചുമതല. അത് ഒരു സംശയം വേണ്ട, അത് അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രി ആവണമെന്നില്ല. അല്ല, അതിപ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ കഴിയില്ല. താങ്കൾ കോൺഗ്രസ് ചെയ്യാനേ ചോദിക്കുന്നതല്ല. ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം വിചാരിക്കുക, ഇപ്പോൾ ഇടതുപക്ഷത്താണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു നേതാവുണ്ട്, ഒരു കരുത്തനായ നേതാവാണ് എന്ന് പരക്കെ. അല്ല, അത് ഇലക്ഷൻ ഞാൻ നേതാവാനൊന്നുമല്ല, എന്റെ ചോദ്യം ഒന്നുമല്ല. UDF-നെ സംബന്ധിച്ച് UDF-ന് നേരത്തെ പറഞ്ഞ പോലെ പലരും തമ്മിലടിക്കുന്നു. UDF-ന്റെ പല പാർട്ടും പലയിടത്തായി പൊക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജനം എന്ത് വിശ്വസിച്ചിട്ടാണ് അല്ലെ എന്ത് കണ്ടിട്ടാണ് പ്രതിപക്ഷം വോട്ട് ചെയ്യേണ്ടത്? അത് നേതാവില്ല എന്ന് നിങ്ങളാണ് പറയുന്നത്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നേതൃത്വ സ്ഥാനത്ത് വരുന്ന ആളുകൾ ആരെയും അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ആളുകളല്ല. അത് അവരവരുടേതായ ആ സമയം വരുന്നുണ്ട്, അവരവർക്ക് കിട്ടേണ്ടതായ അർഹതയനുസരിച്ച് അവരവരുടെ തീരുമാനങ്ങളുണ്ടാകും. അതിപ്പോൾ ഇൻ അഡ്വാൻസ് ഇന്ന ആളിനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തി ഇന്ന ആളാണ് മുഖ്യമന്ത്രിയായി വരാമെന്ന് എന്നൊന്നും ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എന്തായാലും നേരിട്ട് പിന്നെ ഈ പറയുന്ന LDF-നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന പരമാവധി ജോലികൾ ചെയ്യുക.
പരമാവധി UDF ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഇപ്പോൾ അകന്നു നിൽക്കുന്നവരുമായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ജോലിയിലേക്ക് പോവുക. KPCC ആയാലും UDFയിലായാലും ഇപ്പം ഒരു നേതൃതല മാറ്റം ഉണ്ടാകാൻ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യം എന്ന് പറയുന്നത് ഇത് പാർട്ടി പ്രവർത്തനം വേണ്ട തരത്തിൽ പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചെറിയ സംശയം AICC തലത്തിലുള്ള അന്വേഷണത്തിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില ചേഞ്ചസ് ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഞങ്ങളാരും ഇതിനകത്ത് മുമ്പിൽ നിന്ന് മാറ്റണമെന്നോ എടുക്കണമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ മാറ്റം വരണം എന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഇപ്പം കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളിൽ ഈ പ്രതിപക്ഷ നേതാവിനുള്ള പോലെ തന്നെ പങ്ക് KPCC പ്രസിഡന്റിനും UDF കൺവീനർക്കും ഉണ്ട്. അപ്പം ഈ പ്രതിപക്ഷ നേതാവ് അവിടെ നിലനിൽക്കുകയും KPCC പ്രസിഡന്റ് മാത്രം മാറുകയും ചെയ്യുന്ന ആ സാഹചര്യമാണ് ചോദിക്കുന്നത്. അല്ല, അതൊക്കെ ഞാൻ മറുപടി അല്ലല്ല, അതിന് മറുപടി പറയേണ്ട ആൾ ഞാനല്ല. അതൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം, ഞങ്ങളൊക്കെ അത് ശിരസ വഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇല്ലില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയാനില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഉള്ള സത്യാവസ്ഥ പറയാം. ഈ തെരഞ്ഞെടുപ്പ് ഇത് പ്രഖ്യാപനം ഉണ്ടാകുന്ന ദിവസം വൈകിട്ട് ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് ഈ രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ പക്ഷേ അന്ന് അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. അന്ന് എന്തോ കാരണം കൊണ്ട് അവർ മാറ്റിവെച്ചു. ഞാനവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്ന് ഉദ്ഘാടനവും നടത്തി. അവിടെ നിന്ന് ഞാൻ വണ്ടിയെ കയറി ഒരു 50 മീറ്റർ വരുമ്പോഴാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇങ്ങനെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ആളുകളാണ് എന്നെ വിളിച്ചു പറയുന്നത്. എനിക്ക് നേരത്തെ അറിയില്ല. ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെ 2 ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ നേതൃതലത്തിൽ ചർച്ചകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നത്, സാധാരണ എല്ലാ ആൾക്കാരും നമ്മൾ കാണുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും എന്തിനാണ് ഒരാൾ മാറിയത് അല്ലെങ്കിൽ 2 പേര് മാറിയതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോൾ 4 വർഷമായി. KPCC നേതൃത്വം നേരത്തെ വന്നിട്ട് 4 വർഷം കഴിയുന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും കുറേ മാറ്റങ്ങൾ, ഇവിടെ മാത്രം നടന്ന സംഭവമല്ല, പല സ്റ്റേറ്റുകളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പല സ്റ്റേറ്റുകളിലും മാറ്റം ഉണ്ടായ കൂട്ടത്തിൽ ഇവിടെ വന്നു. എത്രയും UDF കൺവീനറേയും അങ്ങനെ തന്നെ മാറ്റിയതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സുധാകരൻ ഇന്ന് പറഞ്ഞിരുന്നു, ചില വക്രബുദ്ധിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് എൻ്റെ മാറ്റത്തിന് പുറകിൽ. അതിൽ താങ്കൾ പെടില്ല എന്ന് ഉറപ്പിക്കാലോ? അപ്പോൾ ഏതായാലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞത്? അല്ല, എനിക്കറിയില്ല. അതേക്കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചില്ലേ അറിയുള്ളൂ. എനിക്കറിയില്ല. ചില ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്, ആരൊക്കെയായിരിക്കും? ഒരു ഊഹാപോഹവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇതിൽ ഒരു കാര്യം തുറന്ന് ചോദിക്കുകയാണ്. ഈ ആദ്യം KPCC പ്രസിഡന്റുമാരുടെ പേര് വരുമ്പോൾ ഒരു സാഹചര്യം ചർച്ച വരുമ്പോഴത്തേക്ക് താങ്കൾ അതിൻ്റെ മുൻകൈ ആയിട്ട് ഇറങ്ങിയിട്ടില്ലായിരിക്കും. പക്ഷെ പക്ഷെ അതിൽ അടൂർ പ്രകാശിന്റെ പേര് വളരെയധികം സമൂഹത്തിൽ ചർച്ച ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചർച്ചയിലുണ്ടായിരുന്നു. അത് താങ്കൾക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിനിടയിൽ താങ്കൾ KPCC പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്നത് താങ്കൾക്കൊരു ബാറുണ്ട്, താങ്കളൊരു മദ്യമുതലാളിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആക്ഷേപം താങ്കൾക്കെതിരെ ഉന്നയിച്ചതാണോ താങ്കളുടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ AICC പരിഗണിക്കാതിരുന്നത്? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അപക്വമായ വർത്തമാനത്തെ എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും, എനിക്കറിയില്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. ഞാൻ പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. MLA ആയതിന് ശേഷം ഞാൻ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതല്ല. ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം 1970കളിൽ ഈ പാർട്ടിക്ക് വേണ്ടി അന്ന് KSU എന്ന് പറയുന്ന പ്രസ്ഥാനം
ത്തിൻ്റെ അന്ന് സുധീരനൊക്കെ അന്ന് പ്രസിഡൻ്റാണ്. സുധീരൻ പ്രസിഡൻ്റായി വരുന്ന സമയത്ത് ഞാനന്ന് SP കോളേജിൽ പഠിക്കാൻ ചെല്ലുക. അവിടുത്തെ മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ള ഒരുത്തരാണ് ഞാൻ. ഇവരുടെയൊക്കെ പേര് ചുവരുകളിൽ എഴുതി നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പണ്ട്. അപ്പം അതുമുതൽ ഇങ്ങോട്ട് ഉള്ള ഒരു കാലഘട്ടം മുഴുവൻ ഈ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെ തള്ളിപ്പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. ആരൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ടില്ല. അത് ആ ചരിത്രം എടുത്ത് വെച്ച് നോക്കി അറിയാം. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഞാൻ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങിയതാണ്. യൂണിറ്റ് സെക്രട്ടറിയായി, യൂണിറ്റ് പ്രസിഡൻ്റായി, താലൂക്ക് പ്രസിഡൻ്റായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി KSUവിനകത്ത്. അതേപോലെ തന്നെ നാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പാർട്ടി ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ എന്നെ അടിച്ചേൽപ്പിച്ച് ചുമതല ഏൽപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കൊല്ലം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് റഹീം സാറ് ഈ പാർട്ടി രണ്ടാകുന്ന സമയത്ത് റഹീം സാറ് എന്നെ വിളിപ്പിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന എന്നെ കാർ കൊടുത്ത് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്, ആ ചുമതല ഏറ്റെടുത്തു തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഇതിനു വേണ്ടി ആയിരിക്കും എന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റ് ആകണം എന്നാരൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ KSUവിനകത്ത് നിൽക്കാനാണ് എനിക്ക് താല്പര്യം, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലോ. നീ അവിടെ നിന്നോ, പക്ഷേ ഇവിടുത്തെ ചുമതലയും നീ നോക്കിയേ ഒക്കത്തുള്ളൂ, ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം എന്ന് റഹീം സാറാണ് എന്നെ പിടിച്ചു കൊണ്ടുവന്ന്. അന്ന് അടൂർ ഞാൻ എൻ്റെ വീട്ടിലിരിക്കും. പറക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഞങ്ങളുടെ ഈ പാർട്ടി രണ്ടായ സമയത്ത് ചെറിയ ഓഫീസുകളും മറ്റും ഉള്ളത്. പറക്കോടെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഒരു ഓഫീസുള്ളത്. അവിടെ വന്നിരുന്നിട്ട് ഡ്രൈവറെ വിട്ടു വിളിപ്പിച്ച് എന്നെ അവിടെ വിളിച്ചു വരുത്തി, നീ ഏൽക്കണം എന്ന് പറഞ്ഞ്. അത് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു, മണ്ഡലം പ്രസിഡൻ്റായി. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട, ഇപ്പോഴത്തെ പോലുള്ള ഇതല്ല, അന്ന് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ അന്ന് 2 നിയോജകമണ്ഡലം, ഇന്നത്തെ കുന്നത്തൂർ നിയോജകമണ്ഡലവും അടൂർ നിയോജകമണ്ഡലം രണ്ടും കൂടെ ചേർന്നുള്ളതാണ് അന്ന് കുന്നത്തൂർ നിയോജകമണ്ഡലം. അതിന് അകത്ത് 2 പേരെ DYCC മെമ്പർമാരായി തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ആ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് ജയിച്ച ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കൊല്ലം SM കോളേജിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് ഞാൻ DYCC മെമ്പറായി. അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് ഈ സുധീരൻ തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ വെച്ച് സുധീരൻ ഇതിൻ്റെ പ്രസിഡൻ്റാകുകയാണ്. എവിടെ? തൃശ്ശൂർ ടൗൺ ഹാളിലാണ്. ഞങ്ങളൊക്കെ ടൗൺ ഹാളിൽ പോയി വോട്ട് ചെയ്യാൻ പോയവരാണ്. പക്ഷേ വോട്ടിങ് നടന്നില്ല. ഒരു ധാരണയെത്തി അന്ന് പ്രസിഡൻ്റായതാണ്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായി. അപ്പം നമ്മൾ അന്ന് മുതൽ ഇതുവരെയുള്ള പാർട്ടി പ്രവർത്തനം നടത്തി വെറുതെ സുഖമാനായി നടന്ന പാർട്ടി പ്രവർത്തനം നടത്തിയല്ല. കൊല്ലം SM കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൊല്ലത്തെ റെസ്റ്റ് ഹൗസ് അറിയാതിരിക്കുമല്ലോ, ആ റെസ്റ്റ് ഹൗസിൻ്റെ ഈ പടിയിൽ കിടന്ന് പേപ്പറും വിരിച്ച് കിടന്നിട്ടുണ്ട്.